മാന്യപ്രേക്ഷകർക്ക് ഈ നീതി തരുന്ന നടരാജ് ഷോയിലേക്ക് സ്വാഗതം. അടുത്ത ഒരു വിഷയം ഞാൻ പറയാം. അതായത് പണമുള്ളവർ, ധനവാന്മാർ നമ്മളുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ്, പൊതുവെ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള നേതാക്കന്മാർ പണക്കാർ തുലയട്ടെ, ധനവാന്മാർ തുലയട്ടെ, പണക്കാർക്ക് അങ്ങോട്ട് മോശമായ രീതിയിലുള്ള പല മുദ്രാവാക്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ചെലുത്തി അവരുടെ ഉള്ള സ്റ്റാമിനയൊക്കെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്തി ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പണക്കാർ തുലയട്ടെ, ധനവാന്മാർ തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുതലാളി വർഗം തുലയട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ധനവാന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഭദ്രതയ്ക്കും എപ്പോഴും ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഭരിക്കുന്നവർ ചെയ്യേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ആ ധനവാന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ധനവാന്മാർ എന്നും എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും വികസനത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഇതിനൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ അച്ചായൻ ഗോൾഡ്, അച്ചായൻ, കോട്ടയത്തുള്ള ഒരു അച്ചായൻ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അച്ചായനെ. ആ അച്ചായൻ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് മനുഷ്യർക്ക് വളരെയേറെ വലിയ വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള എല്ലാവരും, സാമ്പത്തികമുള്ള എല്ലാവരും അവരുടെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഇല്ലാത്തവർക്ക്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കട്ടെ. രോഗികൾക്ക് മരുന്നിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകട്ടെ. വിവാഹം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്ന സഹോദരിമാർക്ക്, പാവപ്പെട്ട സഹോദരിമാർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ വിവാഹം കഴിച്ചയക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സാമ്പത്തികമുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുകയും അവരെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ. എല്ലാവരും ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആർക്കെന്തെങ്കിലും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ? അപ്പോൾ സാമ്പത്തികമുള്ളവർ ചെയ്യട്ടെ. അവർ അധ്വാനിച്ച് കിട്ടുന്ന അവരുടെ ആ ലാഭത്തിൽ നിന്നൊരു വിഹിതം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ധനവാന്മാരെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മാന്യ പ്രേക്ഷകരോട് പറയുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള ധനവാന്മാരെ നമ്മൾ ആക്ഷേപിക്കരുത്. അവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ പറഞ്ഞു വരുത്തരുത്. അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ യാതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല. അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അവരെ കടുവയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സ്വഭാവം, അങ്ങനെയുള്ള ആളുകളെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ആവശ്യമായ നല്ല വാക്കുകൾ പറഞ്ഞ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അച്ചായനെ പോലെയുള്ള സ്വർണ്ണ വ്യാപാരികളും അതുപോലെ മറ്റ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അച്ചായന്മാർക്കും മറ്റ് എല്ലാ ആളുകൾക്കും, എല്ലാ ധനവാന്മാർക്കും അവരുടെ ആസ്തിയും അവരുടെ സഹായങ്ങളും നമ്മളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമൂഹത്തിനും രാജ്യത്തിനും അത് നെടുന്തൂണാകട്ടെ, സഹായമാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.